CPIM 24-ാം പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുന്നു. നാളെ സംഘടനാ റിപ്പോർട്ട് സമ്മേളനം അംഗീകരിക്കും. പുതിയ നേതൃനിരയെ നാളെ തിരഞ്ഞെടുക്കും. കെ രാജേന്ദ്രൻ സമ്മേളന നഗരിയിൽ നിന്ന് ചേരുകയാണ്. രാജേന്ദ്രൻ, ഇന്നത്തെ അജണ്ടകൾ എന്തൊക്കെയാണ് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട്? സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നലെ മുതിർന്ന നേതാവും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ സംഘടനാപരമായ വിഷയങ്ങളെല്ലാം തന്നെ വളരെ വിശദമായ രീതിയിൽ പ്രതിപാദിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. പാർട്ടി മെമ്പർഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, വിവിധ വർഗ ബഹുജന സംഘടനകളുടെ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം, അവരുടെ അംഗത്വം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൂലങ്കഷമായി പരാമർശിക്കുന്നതാണ് ഈ സംഘടനാ റിപ്പോർട്ട്. അതിനുമേൽ കേരളത്തിൽ നിന്നും 3 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മന്ത്രിമാരായ ആർ ബിന്ദു, മുഹമ്മദ് റിയാസ്, അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ PK ബിജു എന്നിവരാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്ത് സംസാരിക്കുന്നത്. PK ബിജു ഇതിനകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരെല്ലാം തന്നെ തുടർന്ന് സംസാരിക്കും. ഇന്ന് രാത്രിയോടുകൂടി ഈ ചർച്ച പൂർത്തിയാവും. ഈ ചർച്ചയ്ക്ക് നാളെ രാവിലെയായിരിക്കും മറുപടി പറയുക. നാളെ ഈ മറുപടിക്ക് ശേഷം പുതിയ നേതൃനിരയെ തിരഞ്ഞെടുക്കും. പുതിയ കേന്ദ്ര കമ്മിറ്റി, പൊളിറ്റ് ബ്യൂറോ എല്ലാം തന്നെ നിലവിൽ വരും. പിന്നീട് പുതിയ ജനറൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും. ഇതിനുശേഷം മധുരയിലെ ഒരു വൻ റാലിയോടുകൂടിയാണ് ഈ സമ്മേളനത്തിന് നാളെ സമാപനം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നൊരു കാര്യം, അകത്ത് കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഈ സമ്മേളന ഹാളിൻ്റെ പുറത്തേക്കെല്ലാം തന്നെ നിരവധി പേർ, ആയിരക്കണക്കിന് CPIM-ന്റെ പ്രവർത്തകരാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ മധുര, ഈ സമ്മേളന നഗരിയും സമ്മേളനത്തിൻ്റെ ഈ സമീപ പ്രദേശങ്ങളുമെല്ലാം തന്നെ ചുവപ്പണിഞ്ഞിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാവാനായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമ്മേളനത്തിൻ്റെ ആവേശം നമുക്ക് ഈ ഹാളിൻ്റെ പരിസരത്തും പുറത്തും ഈ തൊട്ട് മുന്നിലുള്ള മൈതാനത്തുമെല്ലാം തന്നെ പ്രകടമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്. ഒരു 2:50 CPIM-ന്റെ മുതിർന്ന നേതാവ്, ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം, മിക്കവാറും രാഘവലു ആയിരിക്കും ഇന്നത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കേണ്ട കാര്യങ്ങൾ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കും. ശരി, കെ രാജേന്ദ്രനാണ് സമ്മേളന നഗരിയിൽ നിന്ന് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്.